ഹലോ, കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ചങ്ങിനിയും കുരുവൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനോർത്ത് ഈ ചക്കപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സംസാരിക്കുകയും കൂടെ ചെയ്യാമല്ലോ, രണ്ട് പണി ഒരുമിച്ച് നടക്കുമല്ലോ. അപ്പം ഞാൻ പറയാൻ വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാലേ, മയക്കുമരുന്നിനെ പറ്റിയാണ്. ഇപ്പം ഭയങ്കര ഉപയോഗമല്ലേ. എവിടെ നോക്കിക്കഴിഞ്ഞാലും, പത്രത്തിൽ നോക്കിയാലും, ടി വി നോക്കിക്കഴിഞ്ഞാലും, മൊബൈൽ തുറന്നാലും, എവിടെ നോക്കിയാലും ഈ മയക്കുമരുന്നിൻ്റെ കാര്യങ്ങൾ തന്നെ കേൾക്കാനുള്ളൂ. അവിടുന്ന് ഇവിടുന്ന് പിടിച്ചു, ഉപയോഗിച്ചു, സ്കൂൾ കുട്ടികൾ ഉപയോഗിക്കുന്നു, കോളേജ് കുട്ടികൾ ഉപയോഗിക്കുന്നു, മുതിർന്നവർ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഇപ്പോൾ ഈയിടെയായിട്ട് എവിടെ നോക്കിക്കഴിഞ്ഞാലും കാണാം മയക്കം വിട്ടുണരാം എന്നും പറഞ്ഞ് മയക്കുമരുന്നിനെതിരെയായിട്ട് കുറേ ആൾക്കാർ സംസാരിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ ഒരു പ്രസംഗം കേട്ടെ. അപ്പം ആ മനഃശാസ്ത്രജ്ഞൻ ഇങ്ങനെയാണ് പറയുന്നത്, ഈ യുവജനങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കാനുള്ള കാരണം, ഇപ്പോഴത്തെ യുവജനങ്ങളെ കേൾക്കാൻ ആരുമില്ല, അവരെ മനസ്സിലാക്കാൻ ആരുമില്ല, അവരുടെ സങ്കടങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ ഒന്നും കേൾക്കാനോ മനസ്സിലാക്കാനോ ഒന്നും ആരുമില്ല. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ മയക്കുമരുന്നിനൊക്കെ അഡിക്റ്റായി പോകുന്നത് എന്നാണ് ഈ മനഃശാസ്ത്രജ്ഞൻ പറയുന്നത്. കുറേയൊക്കെ ശരിയായിരിക്കും, പക്ഷേ ഞാനുണ്ടല്ലോ, എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനോട് പൂർണ്ണമായിട്ട് അങ്ങ് യോജിക്കുന്നില്ല. എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കുട്ടികളൊക്കെ മയക്കുമരുന്ന് ഉപയോഗിക്കാനൊക്കെ പ്രധാന കാരണമുണ്ടല്ലോ, അവർ വളർന്നു വന്ന ആ ഒരു സാഹചര്യമാണ്. മാതാപിതാക്കൾ എങ്ങനെയാണോ മക്കളെ വളർത്തിയത് അതിനനുസരിച്ചാണെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും അതിനോട് യോജിക്കുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം പിള്ളേരൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പനും അമ്മയും അങ്ങ് ഭയങ്കരമായിട്ട് ലാളിച്ച് സ്നേഹിച്ച് കൊഞ്ചിച്ച്, സ്നേഹിച്ചോട്ടെ, ലാളിച്ചോട്ടെ, കൊഞ്ചിച്ചോട്ടെ, അതിനൊന്നും ഒരു കുഴപ്പമില്ല, അങ്ങനെ ചെയ്തോളുക, മാതാപിതാക്കൾ അങ്ങനെ ചെയ്യേണ്ടതല്ലേ. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ടുണ്ടല്ലോ, ഈ കുട്ടികൾ പറയുന്നതിനനുസരിച്ച് അവരുടെ ഇഷ്ടങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്ന മാതാപിതാക്കളായി തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ മാതാപിതാക്കൾ പലരും. ഇപ്പം സമ്പത്തൊക്കെ എന്തുമാത്രമാണെങ്കിൽ കടം മേടിച്ചിട്ടാണെങ്കിൽ പോലും മക്കൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ. പല മാതാപിതാക്കളുടെ മനസ്സിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾ ചിലരൊക്കെ പറയുന്നത് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനൊക്കെ ഒത്തിരി കഷ്ടപ്പാട് അനുഭവിച്ച വളർന്നേ, അപ്പം ഞാൻ അനുഭവിച്ചതുപോലത്തെ ബുദ്ധിമുട്ടുകളൊന്നും എൻ്റെ മക്കൾ അനുഭവിക്കാൻ പാടില്ല, അവർ നല്ല സുഖത്തിൽ സന്തോഷത്തിൽ വേണം ജീവിക്കാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് മാതാപിതാക്കൾ പലരും മക്കളെ വളർത്തുന്നത്. അപ്പോൾ ഒരു കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ കുറവുകളോ പരാജയങ്ങളോ ഒന്നും അറിയിക്കാതെ മാതാപിതാക്കൾ കുട്ടികളെ വളർത്തും. അവരുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കുട്ടി എപ്പോഴും നല്ല സുഖമായിട്ട് ജീവിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം, ഒരു കുഴപ്പവും വരാൻ പാടില്ല, ഒരു ദുഃഖവും അവർക്ക് വരാൻ പാടില്ല, ഒരു പ്രയാസവും വരാൻ പാടില്ല എന്ന രീതിയിലാണ് മക്കളെ പല മാതാപിതാക്കളും വളർത്തിയെടുക്കുന്നത്. അതാണ് ഈ മയക്കുമരുന്നൊക്കെ കുട്ടികൾ ഉപയോഗിക്കാൻ, മയക്കുമരുന്നിനൊക്കെ അഡിക്റ്റായി പോകാൻ പ്രധാന കാരണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ നമ്മൾ ഒരു കുട്ടി ജനിച്ച് മുട്ടുകുത്തി ഇഴയണ ഒരു പ്രായമൊക്കെ ഉണ്ടല്ലോ, ആ പ്രായത്തിൽ കുട്ടികൾ നിലത്തുനിന്ന് ഈ കാണുന്ന കല്ലും മണ്ണും അങ്ങനത്തെ സാധനങ്ങളൊക്കെ, ചീത്ത സാധനങ്ങളൊക്കെ എടുത്ത് വായിലിടുമല്ലോ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, പെട്ടെന്ന് ഓടി ചെന്നിട്ട് കുട്ടിയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മാറ്റും. അത് ആ കുട്ടിയുടെ ശരീരത്തിന് നല്ലതല്ലാന്ന് നമുക്കറിയാം. ഇപ്പം ആ കുട്ടി അതെടുത്ത് വായിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും, വായിലിട്ട് കിള്ളി അത് പുറത്തേക്ക് എടുത്ത് കളയാൻ തുടങ്ങും. അതോ ആ വിഴുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊണ്ടയിലേക്ക് കൈയിട്ട് കുട്ടിയെ ഛർദ്ദിപ്പിച്ച് കളയാൻ നോക്കും അല്ലേ. നമുക്കറിയാം അത് ആ കുട്ടിക്ക് നല്ലതല്ല എന്നുള്ള കാര്യം. അപ്പോൾ അത് ആ കുട്ടിയുടെ ശരീരത്തിന് നല്ലതല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ മനസ്സിന് നല്ലതല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? നമ്മൾ അതുകൂടി മനസ്സിലാക്കേണ്ട. ഒരു കുട്ടി ഒരു സാധനം എടുത്ത് വായിടുമ്പോൾ അത് നല്ലതല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റിക്കളയും. അത് അങ്ങനെ ചെയ്യരുത്, അത് അരുത് എന്ന് നമ്മൾ ആ കുട്ടിയോട് പറയും അല്ലേ. പക്ഷേ ഒരു കുട്ടി അപ്പോൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിന് നല്ലതല്ലാത്ത, അവരെ ഭാവിയിൽ തെറ്റിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ കൊച്ചു തെറ്റുകളെ കുഞ്ഞു കുട്ടികൾ ചെയ്യുള്ളൂ. പക്ഷേ അതെന്ത് തെറ്റാണെങ്കിലും അത് തെറ്റാണ്, അങ്ങനെ ചെയ്യരുതെന്ന് നമ്മൾ മാതാപിതാക്കൾക്ക് പറയാൻ കഴിയണം. ഒരു വയസ്സായ കുട്ടിയോട്
അരുത് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അറിയാം. ഒരു കുട്ടി അമ്മ അച്ഛൻ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങുന്ന സമയത്തും അരുത് എന്ന വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ മോളെ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ കുട്ടിക്ക് മനസ്സിലാകും. അപ്പോഴേ നമ്മൾ പറഞ്ഞു തുടങ്ങണം കുട്ടികളോട്. ഇപ്പം കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും ഉണ്ടല്ലോ, എൻ്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും അവർ തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കണം. അവർ ചെയ്തത് തെറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇനി എത്ര പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല, അവരത് മനസ്സിലാക്കിയിട്ടും പിന്നെയും ആ തെറ്റ് ആവർത്തിക്കുകയാണെങ്കിൽ അവരെ വഴക്ക് പറയുന്നതിനും തല്ലണേനും ഒന്നും ഒരു കുഴപ്പമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ വളർന്നിട്ടുള്ളത്. നല്ല തല്ല് കിട്ടുമായിരുന്നു. അത് അപ്പൻ്റെ അടുത്ത് നിന്നാണെങ്കിലും അമ്മയുടെ അടുത്ത് നിന്നാണെങ്കിലും ടീച്ചർമാരുടെ അടുത്ത് നിന്നാണെങ്കിലും ഉണ്ടല്ലോ, നല്ല തല്ലും കിട്ടി നല്ല വഴക്കും ഒക്കെ കേട്ടിട്ടാ ഞാനെന്നല്ല എൻ്റെയൊക്കെ പ്രായത്തിലുള്ള എല്ലാവരും തന്നെ അങ്ങനെയൊക്കെ ആയിരിക്കും വളർത്തുന്നുണ്ടാവുക. എനിക്കൊന്നും അതുകൊണ്ട് തന്നെ ആയിരിക്കണം അന്നത്തെ ആ ഒരു തലമുറയൊക്കെ ഇപ്പോഴും ഇതുപോലെയൊക്കെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചു പോകുന്നത്. പക്ഷേ ഇപ്പോഴത്തെ തലമുറ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഓർക്കണം, നമ്മുടെ കുട്ടികൾ ഏത് സാഹചര്യത്തിലാണ് വളരുന്നതെന്ന് ഓർക്കണം. ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ കുട്ടികളെ ഞാൻ നല്ല തല്ലും കൊടുക്കും വഴക്കൊക്കെ പറയുന്നു. പക്ഷേ എൻ്റെ കുട്ടികളാണെങ്കിൽ പോലും അവർ വളർന്ന് വലുതായി കഴിയുമ്പോഴേ അവർ തെറ്റിലേക്ക് പോകില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അവരങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. അവർ ജീവിക്കുന്ന അവരുടെ ചുറ്റിനും തെറ്റിലേക്ക് വഴുതി പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അതിപ്പം അമ്മ അപ്പൻ എന്ന നിലയിൽ നമ്മളത് മനസ്സിലാക്കണം. പേരൻസ് അത് നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കണം. എൻ്റെ കുട്ടിയെ ഞാൻ പൂർണ്ണമായിട്ട് എൻ്റെ കുട്ടി വഴിതെറ്റി പോകില്ല എന്നെനിക്ക് ഒരിക്കലും പറയാൻ പാടില്ല. പല മാതാപിതാക്കളും ഇന്നുണ്ടല്ലോ അവരുടെ മക്കളോടൊക്കെ ഉണ്ടല്ലോ അങ്ങ് ഭയങ്കര അമിതമായിട്ടുള്ള വിശ്വാസമാണ്. എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് ഒരിക്കലും ഒരു ദിവസം പറഞ്ഞ, നിനക്ക് ഒരു പെൺകുട്ടി ഉണ്ട് കേട്ടോ, സൂക്ഷിക്കണം, ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ സൂക്ഷിക്കണം. പിന്നെ എനിക്ക് 3 ആൺകുട്ടികളാണ്, അവർ എൻ്റെ മക്കൾ വഴിതെറ്റി പോകത്തൊന്നുമില്ല, എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, നീ നിൻ്റെ മോളെ സൂക്ഷിച്ചോണം കേട്ടോ എന്ന്. എന്തുകൊണ്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ മക്കളെ, എനിക്കൊരു പെൺകുട്ടിയുണ്ട് ഒരു ആൺകുട്ടിയുണ്ട്, ഞാൻ എൻ്റെ മക്കളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കത്തൊന്നുമില്ല. കാരണം എനിക്കറിയാം അവർ ഏത് സാഹചര്യത്തിലാണ് ജീവിക്കുന്നതെന്ന്. ഞാൻ എത്ര വഴക്ക് പറഞ്ഞു തല്ല് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർ തെറ്റിലേക്ക് വഴി പോയില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അവർ വളരുന്നത്. അപ്പോൾ എല്ലാ മാതാപിതാക്കളും എൻ്റെ അഭിപ്രായത്തിലുണ്ടല്ലോ, എല്ലാ മാതാപിതാക്കളും അവരുടെ കുട്ടികൾ ആണായാലും പെണ്ണായാലും അവർ തെറ്റിലേക്ക് വഴുതി പോകാനുള്ള ഒരു സാഹചര്യത്തിലാണ്, അവർക്ക് ചുറ്റിനും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്ന് നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കണം. ഇപ്പം ഞങ്ങളാണെങ്കിൽ ഒരു പ്രാവശ്യം സ്കൂളിൽ പേരൻസ് മീറ്റിങ്ങിന് ചെന്ന സമയത്ത് പ്രിൻസിപ്പാൾ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കരുത്. നിങ്ങളുടെ കുട്ടി ബസ്സിന് കയറി വീട്ടിൽ നിന്ന് നിങ്ങൾ കയറ്റി വിടുന്നു, അവിടുന്ന് നേരെ സ്കൂളിൽ കോമ്പൗണ്ടിനുള്ളിലേക്ക് വരുന്നു. സ്കൂളിൽ നിന്ന് അങ്ങോട്ടും പുറത്ത് പോകണില്ല. വൈകിട്ട് സ്കൂളിൽ നിന്ന് ബസ് കയറുന്നു, സ്കൂളിൻ്റെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകണില്ല, സ്കൂളിൽ നിന്ന് ബസ് കയറുന്നു, തിരിച്ച് വീടിൻ്റെ വാതിൽക്കൽ വന്നിറങ്ങുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കരുത്. നിങ്ങളുടെ കുട്ടി അറിയാതെ തന്നെ അവരുടെ ബാഗ് ചെക്ക് ചെയ്യണം. പല കുടുംബങ്ങളിൽ നിന്ന് പല വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളൊക്കെയാണ്. അവരൊക്കെ എന്തൊക്കെ കൊണ്ടുവരുന്നു. ഇപ്പോൾ ടീച്ചർമാർക്കെല്ലാം എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തെല്ലാം കൊണ്ടുവരുന്നു, എന്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു, എന്തെല്ലാം ചെയ്യുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം എങ്ങനെയെങ്കിലും തെറ്റിലേക്കൊക്കെ വഴുതി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ചിലപ്പോൾ നമ്മൾ അവരെ അറിയാതെ ബാഗ് ചെക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ചിലപ്പം അത് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരും. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യണം. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ മാതാപിതാക്കളുണ്ടല്ലോ, ദയവ് ചെയ്ത് അവർ തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറുപ്പം മുതൽ മുതിർന്നതായിട്ട് ഒരു 10-15 വയസ്സായിക്കോട്ടെ, അല്ലെങ്കിൽ 20 വയസ്സായിക്കോട്ടെ, അപ്പോൾ അവർ മുതിർന്നു, അപ്പം നമുക്ക് അവരെ തെറ്റൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നടക്കില്ല, എന്തായാലും നടക്കില്ല. നമ്മൾ അവരെ ചെറുപ്പം മുതലേ ഉണ്ടല്ലോ പിടിച്ചാൽ അവരെ നേരെ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. കുറച്ച് വലുതായിട്ട് നമ്മൾ അവരോട് പറയാം നീ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളോട് 2 വർത്താനം പറഞ്ഞിട്ട് അങ്ങ് പോവുകയുള്ളൂ. കാരണം അവർക്ക് നമ്മുടെ മേലെ ഒരു അധികാരം നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുത്തു. കാരണം അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്ത് അവർ ചെറുപ്പത്തിലെ അവരുടെ ശരീരം വളരുന്നതിനനുസരിച്ച് അവരുടെ മനസ്സ് വളരാൻ വേണ്ടി നമ്മളവരെ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ടാണ്. കാരണം അവരുടെ ശരീരത്തിന് എന്തൊക്കെ ആവശ്യമാണെന്ന് നമുക്കറിയാം, അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ അപ്പോൾ അവരുടെ മനസ്സിന് ആവശ്യമായിട്ടുള്ള അവരെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ അക്കൂട്ടത്തിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം.
ഈ ചീത്ത സിനിമ ഇപ്പം ഏത് സിനിമ കണ്ടു കഴിഞ്ഞാൽ ഈ കൊലപാതകം, വെട്ടും കുത്തും കൊലയോ നമുക്ക് പിള്ളേരെ കൊണ്ടൊന്നും ഒരു സിനിമ കാണാൻ പോകാനേ പറ്റില്ല. അപ്പം അങ്ങനത്തെ സിനിമകളൊന്നും പരമാവധി കാണാതിരിക്കുക. സിനിമ കണ്ടില്ലെങ്കിൽ കണ്ടില്ല, അത്രയല്ലേ ഉള്ളൂ. നല്ല സിനിമകളോ നല്ല തമാശ പടങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന സിനിമകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മക്കളെ കൊണ്ട് പോയി കണ്ടോ. പുറത്തുനിന്ന് ഒരു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോരാ. പക്ഷെ ഇങ്ങനത്തെ ഈ വെട്ടും കുത്തും കൊലപാതകവും ഒക്കെയുള്ള സിനിമകളൊന്നും കാണാതിരിക്കുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സിലതുണ്ടല്ലോ അങ്ങ് ആഴത്തിൽ പതിയും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ഒരു കിലോ എൻ്റെ കുട്ടിക്കിട്ട് എന്തോ പറഞ്ഞനുസരിക്കാത്തതിന് ഞാനൊരു അടി വെച്ച് കൊടുത്തു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു, അയ്യോ മക്കളെ തല്ലരുത് കേട്ടോ, മക്കളും മാതാപിതാക്കളും തമ്മിൽ ഒരു അകൽച്ചയായി പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെയാണ് വളർന്നേ, അപ്പം ഞാൻ എൻ്റെ മക്കൾക്കാണെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ അടിയൊക്കെ വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എന്നെ കുറേ ഉപദേശിച്ചു, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞോണ്ടേ. പക്ഷേ ഇപ്പം നോക്കുമ്പോൾ ഉണ്ടല്ലോ അവളിരുന്ന് കരയാണ്. കാരണം ആളുടെ കുട്ടി ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ്, മോളെ 10ാം ക്ലാസ്സിലെത്തി, 10ാം ക്ലാസ് കഴിഞ്ഞിപ്പം. അപ്പോൾ എന്നിട്ട് മോള് ഇവർ പറയണമൊന്നും കേൾക്കില്ല, അനുസരിക്കില്ല, മാന്യമായിട്ടുള്ള വസ്ത്രമൊന്നും ധരിക്കില്ല, അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ കടയിൽ പോയിട്ട് എടുക്കുകയുള്ളൂ. അത് 4000-5000 രൂപയുടെ ഡ്രസ്സുകളൊക്കെ ഈ കുട്ടി എടുക്കണേ പോലും എടുത്തിട്ട് ഇടുന്നതോ 2-3 പ്രാവശ്യം ഇട്ട് കഴിയുമ്പോൾ പറയും എനിക്കിത് മടുത്തു, എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, മതി, ഞാനിത് വേറെ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കളയുമെന്ന് പോലും. പിന്നെ അടുത്ത ഡ്രസ്സ് മേടിക്കണം, അതുപോലെ ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം മേടിക്കണം. അപ്പം അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക്. അപ്പം അന്ന് എന്നെ ഉപദേശിച്ചാണ്, എൻ്റെ കുട്ടിയെ തല്ലതെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഉപദേശിച്ച ആൾ ഇപ്പോൾ ആളുടെ മകളുടെ ഈ ഒരു പെരുമാറ്റത്തിൽ വിഷമിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ ഈ ഇടയുണ്ടല്ലോ എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ വിളിച്ച് ആൾ പറയുകയാണ്, ആൾ ചെറുപ്പത്തിൽ ഞാൻ നോക്കുന്നുണ്ട്, അവളുടെ കുട്ടിയുണ്ടല്ലോ ഒരു 3 മാസമായ സമയത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു ഓർക്കുന്നുണ്ട്. ആ 3 മാസമുള്ള സമയത്ത് കുട്ടീനെ TV-യുടെ മുമ്പിൽ കിടത്തുമായിരുന്നു പോലും. ഒരു പായിട്ടിട്ട് TV ഓണാക്കിയും കൊടുക്കും. അപ്പം എന്നിട്ട് അങ്ങനെ കൊടുത്തിട്ട് ആൾ നല്ല സുഖമായിട്ട് വീട്ടിലെ പണികളൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ അവൾ പറയായിരുന്നു എനിക്ക് നല്ല സുഖമായിട്ട് ഞാനിങ്ങനെ TV വെച്ച് കൊടുക്കും, എൻ്റെ മോനെ എന്നിട്ട് ഇരിക്കും. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ മുതിർന്ന് കഴിഞ്ഞപ്പോഴേക്കും ആണെങ്കിൽ പോലും TV വെച്ച് കൊടുക്കും, കുട്ടി TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കും, ഇവളുടെ പണികളൊക്കെ തീർക്കും. പണികളൊക്കെ തീർത്തിട്ട് ഭക്ഷണം കഴിഞ്ഞൊന്ന് റെസ്റ്റൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിലും ഇവൾ പറയുക അവൻ ഉറങ്ങാത്ത നേരത്താണെങ്കിൽ ഞാൻ അവന് TV വെച്ച് കൊടുത്തോളാം. അപ്പോൾ അവന് ഒരു കുഴപ്പമില്ലാതെ ആ TV-യുടെ മുമ്പിൽ അങ്ങ് കിടന്നോളും. പിന്നെ എനിക്ക് നല്ല സുഖമായിട്ട് റെസ്റ്റ് എടുക്കുകയും ചെയ്യാമല്ലോ പണികളൊക്കെ തീർന്ന് കഴിയുമ്പോഴേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഒരാഴ്ച മുമ്പേ ആളെന്നെ വിളിച്ചു. എന്നിട്ട് പറയുകയാണ് ഇപ്പോൾ കുട്ടിക്ക് 8 വയസ്സായി. പറയാം നെറ്റ് പോയിട്ടുണ്ടെങ്കിൽ കുട്ടി വയലൻ്റ് ആവുമെന്ന് പോലും. കുട്ടി വയലൻ്റ് ആവും നെറ്റ് പോയിട്ടുണ്ടെങ്കിൽ. ഭിത്തിക്കെട്ടൊക്കെ കൈ ചുരുട്ടി ഇടിക്കാൻ തുടങ്ങും. പിന്നെ TV ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ TV-യിൽ അവൻ്റെ ചാനലൊന്ന് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലറി കരയും, അല്ലെങ്കിൽ അലറിക്കൊണ്ട് വീട്ടിലുള്ളവരൊക്കെ ദേഷ്യപ്പെടും, വീട്ടിലുള്ളവരെയൊക്കെ ഉപദ്രവിക്കാൻ വരും. ചുമ്മാ കിടന്ന് ഇടി അടി തൊഴി ഒക്കെയാണെന്ന് പോലും ഈ TV ഓഫ് ചെയ്തതിൻ്റെ ദേഷ്യത്തിൽ. അപ്പോൾ ആ കുട്ടി ചെറുപ്പം മുതലേ ഈ അമ്മ ഇങ്ങനെ ശീലിപ്പിച്ചത് കൊണ്ട് കുട്ടി അതിന് അഡിക്റ്റായിപ്പോയി. അപ്പം ഇവളിപ്പോൾ പറയാം ഞാൻ അന്ന് എൻ്റെ പണികൾ തീർക്കാനും എനിക്ക് റെസ്റ്റ് എടുക്കാനും ഒക്കെ ആയിട്ട് ഞാൻ അന്ന് ആ കുട്ടിയെ അങ്ങനെ ശീലിപ്പിച്ചു. പക്ഷേ ഇപ്പം ഈ കുട്ടിയുടെ സ്വഭാവം ഇങ്ങനെയായിപ്പോയി. അപ്പോൾ പിന്നെ കുട്ടി അങ്ങനത്തെ ആ ടൈപ്പ് ഇങ്ങനെ ഭയങ്കര ഭീകരമായിട്ടുള്ള കാർട്ടൂൺസൊക്കെ കാണുന്നത്. അതുകൊണ്ട് ബാത്റൂമിൽ പോകാൻ പേടി, രാത്രിക്ക് കിടന്നുറങ്ങാൻ നേരത്ത് കിടന്ന് കാറുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടേ. അപ്പം ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാ. പിന്നെ അതുപോലെ അങ്ങനെ പല സംഭവങ്ങളുണ്ട് കേട്ടോ. ഒരിക്കലേ ഞാനറിയുന്ന ഒരു ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, അവരുടെ സ്കൂളിൽ അവരുടെ പ്രിൻസിപ്പാൾ ഒരു കുട്ടിയെ ഉണ്ടല്ലോ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടീനെ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് പിടിച്ചു. അപ്പം കുട്ടി ആദ്യമേ ഒന്നും സംഭവിക്കുന്നില്ലായിരുന്നു. അപ്പോൾ പക്ഷേ ഈ ഹെഡ് മാസ്റ്റർക്ക് അറിയാം കുട്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. ഹെഡ് മാസ്റ്റർ വേറെ വഴി അറിഞ്ഞു സംഭവം. എന്നിട്ട് അപ്പനും അമ്മേനും വിളിച്ചു. അപ്പനും അമ്മയും വന്നു, സ്കൂളിൽ വന്നു. അപ്പോൾ ഹെഡ് മാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പനും അമ്മയും ജീവൻ പോയി സമ്മതിക്കില്ല. ഇതാണ് മാതാപിതാക്കളുടെ മെയിൻ പ്രശ്നം. മക്കൾ എന്തൊക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു കൊലപാതകം ചെയ്ത് കഴിഞ്ഞാലും മാതാപിതാക്കൾ പറയും അയ്യോ എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല, എൻ്റെ മോൾ അങ്ങനെയും ചെയ്യില്ല. ഭയങ്കര അമിതമായിട്ടുള്ള വിശ്വാസം. അങ്ങനെ ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. മക്കൾ എപ്പോൾ തെറ്റ് ചെയ്തോ അത് ആ തെറ്റാണ് എന്ന് അംഗീകരിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം.
ഇല്ലാതെ മക്കൾ നന്നാവുകയല്ല. അപ്പോൾ ഈ മാതാപിതാക്കൾ ഹെഡ് മാസ്റ്ററോട് പറഞ്ഞത്രേ എൻ്റെ കുട്ടി, ഞങ്ങളുടെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ലാന്ന്. അപ്പം എന്നാ ഹെഡ് മാസ്റ്റർ ഈ കുട്ടിയെ മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ചിട്ട് നല്ല കർശനായിട്ട് കുറച്ച് വഴക്കൊക്കെ പറഞ്ഞോട്ട് ചോദിച്ചു, എങ്ങനെയാണ് സത്യമായിട്ട് കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. നിൻ്റെ അപ്പനും അമ്മ ഇങ്ങനെയാണ് പറയണേ, നീ സത്യസന്ധമായിട്ട് പറയാൻ പറഞ്ഞു. അപ്പം തുറന്നു പറഞ്ഞു, കുട്ടി തുറന്നു പറഞ്ഞെന്താ പറയണേ, ഉപയോഗിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് വേറെ കുട്ടികൾക്ക്, എത്രയിലും 6ലും 7ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് പോലും കേൾക്കണേ. അപ്പോഴും മാതാപിതാക്കൾക്ക് അങ്ങനെ വിശ്വാസം ആകണില്ല. ഞങ്ങളുടെ കുട്ടി, അയ്യോ ഞങ്ങളുടെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് എന്തിനാ ഇങ്ങനെയൊക്കെ. ഈ അപ്പനും അമ്മയ്ക്ക് ഇങ്ങനെ ലാവിഷായിട്ട് ഇങ്ങനെ ഭയങ്കര സുഖിപ്പിച്ച് വളർത്തിയതുകൊണ്ടല്ലേ കുട്ടി ഇങ്ങനെ ആയിപ്പോയത്. അതിന് അമിതമായിട്ടുള്ള ഒരു വിശ്വാസമൊക്കെ അർപ്പിച്ചത് കൊണ്ടല്ലേ. അതുപോലെ വേറൊരു ടീച്ചറെ, എനിക്ക് ടീച്ചർമാരൊക്കെ കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പം പറഞ്ഞാണ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ ഒരിക്കൽ കഴിഞ്ഞ വർഷം കണ്ടാന്ന് തോന്നുന്നു, ഇങ്ങനെ ഒരു ദിവസം ഒരു കുട്ടി ക്ലാസ്സിൽ ഒരു 100 രൂപ കൊണ്ടുവന്നു, എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണെന്ന് പോലും. അപ്പം ക്ലാസ്സിൽ വെച്ചിട്ട് അത് കാണാതെ പോയി. അപ്പം ആ കൊച്ച് ടീച്ചർക്ക് കംപ്ലൈൻറ്റ് ചെയ്തു, ഇങ്ങനെ 100 രൂപ ഞാൻ ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നായിരുന്നു ടീച്ചറെ, അത് പോയി കളഞ്ഞു പോയി, ആരെ എടുത്തതെന്നും എനിക്കറിയില്ല, ഞാൻ കുറേ പേരെ എടുത്ത് ചോദിച്ചു, ആരും ഒന്നും പറയുന്നില്ല, ആരും എടുത്തിട്ടില്ല എന്ന് പറയണേന്നൊക്കെ പറഞ്ഞു. അപ്പം ഇത് കേട്ട് ടീച്ചർ ക്ലാസ്സിലുള്ള കുട്ടികളോടൊക്കെ ചോദിച്ചു എന്ന് പോലും ആരെ എടുത്തതെന്നൊക്കെ. അപ്പോൾ ആരും ഒന്നും പറയുന്നില്ല. അപ്പോൾ ഈ ടീച്ചർ എന്ത് ചെയ്തു, എല്ലാ പിള്ളേരുടെയും ബാഗ് ചെക്ക് ചെയ്തു. അപ്പം എല്ലാ പിള്ളേരുടെയും ഓരോ കുട്ടികളെ അടുത്ത് വിളിച്ച് അവരുടെ ബാഗുമായിട്ട് അടുത്ത് വിളിച്ച് ഇങ്ങനെ ബാഗ് മുഴുവൻ പരിശോധിച്ചു. ഓരോ കുട്ടികളും ആർക്കും ഒരു ഒഴിവഴിവ് കൊടുത്തില്ല. ആരെയും വലുതോ ചെറുതോ ആയിട്ട് കാണാതെ ടീച്ചർ കറക്റ്റായിട്ട് എല്ലാവരുടെയും ബാഗ് ചെക്ക് ചെയ്തു. ഒരു കുട്ടിയുടെ ബാഗിൽ നിന്ന് സംഭവം കിട്ടിയത് പക്ഷേ ആ കുട്ടിക്കും ഈ ടീച്ചർക്ക് മാത്രം അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയത്തില്ല. അപ്പം അങ്ങനെ പൈസ കിട്ടി. എന്നിട്ട് പിറ്റേ ദിവസം എന്താ സംഭവിച്ചതെന്നറിയോ, ഈ പൈസ കളഞ്ഞു പോയ കുട്ടിയല്ല, മറ്റേ പൈസ എടുത്ത കുട്ടിയല്ല, അവർ രണ്ടുപേരും അല്ല, വേറൊരു കുട്ടിയുടെ അമ്മ സ്കൂളിൽ വന്നിരിക്കുന്നു. എന്താണെന്നറിയോ, എന്നിട്ട് കംപ്ലൈൻറ്റ് ചെയ്തിരിക്കുന്നു, ആ ടീച്ചർ എൻ്റെ കുട്ടിയെ മാനസികമായിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. കേൾക്കണേ. അപ്പം ഈ ടീച്ചറിനെ ഹെഡ് മാസ്റ്റർ വിളിപ്പിച്ചു, എന്താ സംഭവം ഉണ്ടായെന്നൊക്കെ ചോദിച്ച്. അപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അപ്പം ടീച്ചർ പറഞ്ഞു, അയ്യോ അതിന് നിങ്ങളുടെ കുട്ടിയല്ലല്ലോ ഇത് എടുത്തത്, പൈസ എടുത്തത്, വേറൊരു കുട്ടിയായിരുന്നു, നിങ്ങളുടെ കുട്ടിയുടെ എല്ലാ പൈസ കളഞ്ഞു പോയത്, നിങ്ങളുടെ കുട്ടിയല്ല പൈസ എടുത്തത്, നിങ്ങളുടെ കുട്ടിക്ക് ഒരു കുഴപ്പവും ഇല്ല, ഞാൻ ക്ലാസ്സിലെ എല്ലാ. പക്ഷെ അപ്പം ഈ അമ്മ പറയുകയാണ്, എന്നാലും നിങ്ങൾ ടീച്ചർ എൻ്റെ കുട്ടിയുടെ ബാഗ് ചെക്ക് ചെയ്തില്ലേ, ബാഗ് ചെക്ക് ചെയ്ത് എൻ്റെ കുട്ടിക്ക് മനോവിഷമം ഉണ്ടാക്കി, മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കി. അപ്പോൾ ടീച്ചർ പറഞ്ഞു, അത് നിങ്ങളുടെ കുട്ടിയുടെ മാത്രമല്ല, ഞാൻ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും ബാഗ് ചെക്ക് ചെയ്തു, അത് ഒരേപോലെ ചെക്ക് ചെയ്തു. അപ്പോൾ ഒരു കുട്ടിയുടെ നിങ്ങളുടെ കുട്ടിയുടെ അല്ല വേറൊരു കുട്ടിയുടെ ബാഗിൽ നിന്ന് അത് കിട്ടി, അത് എനിക്കും ആ കുട്ടിക്ക് മാത്രമേ അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയത്തില്ല അത് ആരാ എടുത്തിട്ടുള്ളതെന്നുള്ള കാര്യം. ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു. അപ്പോൾ ആ കൊച്ച് സോറി പറഞ്ഞു, അത് പറഞ്ഞു ഞാൻ ഇനി എടുക്കത്തില്ല ടീച്ചറെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ കുട്ടിക്ക് അങ്ങനെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പം അമ്മ പറയുകയാണ്, എന്നാലും നിങ്ങളുടെ ടീച്ചർ എൻ്റെ കുട്ടിയെ ഒരു കള്ളിയാക്കുന്ന രീതിയിലല്ലേ അങ്ങനെ ചെയ്തത്. അപ്പോൾ ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെ ഒരു കള്ളത്തരം ഉള്ള രീതിയിലല്ലേ ടീച്ചർ കണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കുട്ടി അത് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വിഷമിപ്പിച്ചു. അപ്പം ഈ മാനസിക വിഷമം എൻ്റെ കുട്ടിയുടെ ഭാവിയെ ബാധിക്കും എന്ന്. ഇതൊരു 10 വയസ്സുള്ള കൊച്ചാണെന്ന് ഓർക്കണം. ടീച്ചർ ഇങ്ങനെ എല്ലാ കുട്ടികളുടെയും ബാഗ് ചെക്ക് ചെയ്തതിൻ്റെ പേരിൽ ഒരു അമ്മ പറയുന്നതാണ് ടീച്ചറോട്, എൻ്റെ കുട്ടിക്ക് ടീച്ചർ മാനസിക വിഷമം ഉണ്ടാക്കി, മാനസികമായിട്ട് പീഡിപ്പിച്ചു, ഇത് എൻ്റെ കുട്ടിയുടെ ഭാവിയെ ബാധിക്കുന്ന. ഈ കുട്ടിയൊക്കെ വലുതായി കഴിയുമ്പോൾ എന്തായി തീരും? എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ പറ്റുമോ? അതിനകത്ത് നിന്ന് കരകയറി പോരാൻ പറ്റുമോ? ഇതാണ് പ്രശ്നം. എന്നുവെച്ചാൽ അപ്പനും അമ്മയുണ്ടല്ലോ അങ്ങ് സുഖിപ്പിച്ച് കൊച്ചുങ്ങളെ എന്ത് പറഞ്ഞ് അതെല്ലാം അങ്ങ് വാങ്ങിച്ചു കൊടുത്തേക്കും. പൈസ ഉണ്ട്, വീട്ടിൽ പൈസ ഇട്ടോ ഇല്ലയോ എന്നൊന്നുമുള്ളല്ല, കടം മേടിച്ചിട്ടാണെങ്കിലും വാങ്ങിച്ചുകൊണ്ട് അങ്ങ് കൊടുത്തേക്കാണ്. ഇപ്പം വീട്ടിൽ ചോറുണ്ടാക്കി കൊച്ചു പറഞ്ഞ് എനിക്ക് ചോറ് വേണ്ട, എനിക്ക് പൊറോട്ടയും ചിക്കനും വേണമെന്ന് ഉടനെ കടയിൽ പോയി മേടിച്ചുകൊണ്ട് കൊടുക്കും. കൊച്ച് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി കരഞ്ഞു, അയ്യോ എൻ്റെ കൊച്ച് കരയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിന് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഉടനെ കടയിൽ പോയിട്ട് മേടിച്ചുകൊണ്ട് കൊടുക്കുക. ഇങ്ങനെയൊക്കെ കുട്ടികളെ വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഈ കുട്ടികൾ വലുതായി കഴിഞ്ഞു. ഇങ്ങനെ കുറേ കഥകളുണ്ട് കേട്ടോ ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ കുട്ടികൾ വളർന്ന് വലുതായി കഴിയുമ്പോഴുണ്ടല്ലോ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ വീട്ടിലെ വിഷമങ്ങളൊന്നും അറിയില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഇതൊന്നും അറിയിക്കാതെ നമ്മൾ മക്കളെ വളർത്തും. എന്നിട്ട് ഒരു വിഷമവും അറിയിക്കുകയില്ല, ഒരു ബുദ്ധിമുട്ടുകളോ ഒരു പ്രയാസങ്ങളോ ഒരു പരാജയങ്ങളോ ഒന്നും അറിയിക്കാതെ നല്ല സുഖത്തിൽ നല്ല സന്തോഷത്തിൽ മാത്രം നമ്മൾ നമ്മുടെ കുട്ടിയെ വളർത്തും.
വളർത്തിയിട്ട് എന്താ സംഭവിക്കുന്നറിയോ, കുറച്ച് വലുതായി കഴിയുമ്പോഴേക്കും ഒരു 10-20 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴേക്കേ കുട്ടിക്ക് ഈ സന്തോഷത്തിൻ്റെ അന്നേരം അവരുടെ പ്രായം കൂടി അന്നേരം ഈ കൊച്ചു പ്രായത്തിൽ കിട്ടുന്ന സന്തോഷമല്ല അന്ന് 20 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴേക്കും വേറെ അവരുടെ ചിന്താഗതികൾ മാറി, അവരുടെ ശരീരം മാറി, അവരുടെ മനസ്സ് മാറി. നമ്മളത് ഓർക്കണം, നമ്മുടെ കുട്ടി വേറൊരു വ്യക്തിയാണ്. അവർ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുക, അവർ വളർന്നു വരുന്ന ചുറ്റുപാടുകൾ, അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ ഇങ്ങനെയാണ്. അപ്പം നമ്മൾ അവരെ സുഖവും സന്തോഷവും മാത്രം ശീലിപ്പിച്ച് ഇങ്ങനെ വളർത്തിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, വലുതായി കഴിയുമ്പം അവർക്ക് ഏത് രീതിയിലാണോ സുഖവും സന്തോഷവും കിട്ടുന്നത് അതിന് പുറകെ അവർ പോകും. അതിന് അവർക്ക് ഒന്നും തടസ്സമല്ല, ആരും തടസ്സമല്ല. അവർ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. അവരനുഭവിച്ചിട്ടുള്ളത് ഇതാ, സുഖവും സന്തോഷവും. അവർക്കറിയാം അവർക്ക് എന്ത് സുഖം വേണോ എന്ത് സന്തോഷം വേണോ അത് അവരുടെ മാതാപിതാക്കൾ അവർക്ക് കൊടുത്തിരിക്കും. അതിന് ഒന്നും തടസ്സമല്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ വലുതായി കഴിയുമ്പം അവരുടെ സുഖത്തിനും സന്തോഷത്തിനും തടസ്സമായിട്ട് നിൽക്കുന്നതിനെയൊക്കെ അവർക്കത് മാറ്റാൻ അവർക്കറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളർന്നു വരുന്ന ചുറ്റുപാടുകളിൽ അവരതെല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അവർക്കറിയാം അതെല്ലാം. അപ്പോൾ അവരവരുടെ സുഖത്തിനും സന്തോഷത്തിനും കിട്ടുന്നതിന്, അവർക്ക് എവിടെ സുഖം കിട്ടുന്നോ എവിടെ സന്തോഷം കിട്ടുന്നോ അതിനനുസരിച്ച് അവർ മാറിപ്പോകും. അത് തെറ്റോ ശരിയോ എന്നുള്ള കാര്യം അവർക്കറിയത്തില്ല. കാരണം നമ്മൾ അവരെ തെറ്റും ശരിയും തിരിച്ചറിയാൻ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവരിങ്ങനെ തെറ്റിലേക്ക് വഴുതി പോകുന്നത്. അപ്പം എൻ്റെ അഭിപ്രായം ഇതാണ്. ഞാൻ വലിച്ചു നീട്ടിയോന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞു ചക്കയൊക്കെ ഒരുക്കിക്കൊണ്ടേ പറഞ്ഞു ഇങ്ങനെ ഇത്രയായി. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാതാപിതാക്കൾ തെറ്റും ശരിയും ഒന്നും മനസ്സിലാക്കിപ്പിക്കാതെ സുഖത്തിലും സന്തോഷത്തിലും മാത്രം ഇങ്ങനെ വളർത്തി മക്കൾ വലുതായി കഴിയുമ്പം അവർ തെറ്റിലേക്ക് പോകും. അവർ മദ്യമോ മയക്കുമരുന്നോ അവർക്ക് വേറെ എന്തെങ്കിലും കൂട്ടുകെട്ടുകളോ അങ്ങനെ അവർക്ക് എന്താണോ സുഖം കൊടുക്കുന്നത്, എന്താണോ സന്തോഷം കൊടുക്കുന്നത് അതിൻ്റെ പുറകെ അവരെന്തായാലും പോകും. അവർക്ക് തെറ്റെന്താണ് ശരി എന്താണെന്ന് അവർക്കറിയത്തില്ല. അവർക്ക് ഒരേ ഒരു വിചാരമുള്ളൂ, എനിക്ക് സുഖം വേണം, എനിക്ക് സന്തോഷം വേണം, അത്രയേ ഉള്ളൂ അവർക്ക്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ഇതാണ്, എല്ലാ മാതാപിതാക്കളും മക്കൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ തെറ്റും ശരിയും മനസ്സിലാക്കി വളർത്തുക. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാൻ മാതാപിതാക്കൾ ആരും മടിക്കണ്ട. എല്ലാ പിള്ളേരും ഒരേപോലെ തെറ്റ് ചെയ്യുന്നവരാണെന്നൊന്നും ഞാൻ പറയുകയല്ല. ഞാൻ അറിയുന്ന കുട്ടികളുണ്ട്, നല്ല സ്നേഹം കിട്ടി വളരുന്ന കുട്ടികൾ ഒരു അങ്ങനെ തെറ്റൊന്നും ചെയ്യാതെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് തെറ്റ് കഴിഞ്ഞ് മോളെ അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരുത്തുന്ന കുട്ടികളുണ്ട്. അവർക്കിട്ട് അടി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, വഴക്കും പറയേണ്ട കാര്യമില്ല. പക്ഷെ എല്ലാ കുട്ടികളും അതുപോലെയല്ല. എൻ്റെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, നല്ല തല്ല് കൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവുള്ളൂ. 1 പറഞ്ഞു 2 പറഞ്ഞു എന്നാലും തിരുത്തുകയല്ല, പിന്നെയും പോയി കുരുത്തക്കേട് കാണിക്കും. ഞാൻ നല്ല തല്ലൊക്കെ വെച്ച് കൊടുക്കും. അപ്പം നമ്മൾ പിന്നെ അംഗീകരിക്കുക. നമ്മുടെ മക്കൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റെന്ന് നമ്മൾ മാതാപിതാക്കൾ ആദ്യം അംഗീകരിക്കണം. എന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കണം. അവരെ ചെറുപ്പം തൊട്ടേ അതങ്ങനെ മാറ്റിയെടുക്കണം. പിന്നെ വീട്ടിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, എന്തൊക്കെ പ്രയാസങ്ങളുണ്ട് അതൊക്കെ അറിഞ്ഞു വേണം നമ്മുടെ മക്കളും കൂടെ വളരാൻ വേണ്ടിയിട്ട്. അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം, കാശില്ലെങ്കിൽ പോലും അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിച്ചു കൊടുക്കില്ല. പിന്നെ അവർക്ക് ചേരാത്ത ഡ്രസ്സുകൾ അവർക്ക് ഇഷ്ടമാണെങ്കിൽ അത് മേടിച്ചു കൊടുക്കില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടപ്പം വീട്ടിൽ പുട്ടുണ്ടാക്കി. എൻ്റെ മോൻ പറഞ്ഞു പുട്ട് ഇഷ്ടമല്ല, എനിക്ക് ദോശ വേണമെന്ന് ദോശ ഉണ്ടാക്കി കൊടുത്തു. മോള് പറഞ്ഞു എനിക്ക് പുട്ടും ദോശയും വേണ്ട, എനിക്ക് ചപ്പാത്തി വേണമെന്ന് മോൾക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തു. ആ ശീലമൊന്നും വേണ്ട. നമ്മൾ വീട്ടിലുണ്ടാക്കണ ഭക്ഷണങ്ങൾ കഴിപ്പിച്ച് ശീലിപ്പിക്കുക. നമ്മൾക്ക് എന്താണോ നല്ലതെന്ന് തോന്നുന്നത്, പേരൻസിന് എന്താണോ നല്ലത് എന്ന് തോന്നുന്നത് അത് നമ്മുടെ മക്കളെ ശീലിപ്പിക്കുക ചെറുപ്പം മുതൽ. അപ്പോൾ അവർ കുറേയൊക്കെ നന്നായിക്കോളും. പൂർണ്ണമായിട്ട് നന്നാകുമെന്നൊന്നും എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ മക്കളും ഏത് രീതിയിലേക്ക് എത്തിച്ചേരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റിനും മുഴുവനും തെറ്റ് ചെയ്യുന്നവരും തെറ്റുകളും ഒക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇന്നത്തെ കാലഘട്ടം, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ മക്കളെ നന്നാക്കി എടുത്ത് കൊണ്ടുവരിക ചെറുപ്പം മുതൽ. കുറേയൊക്കെ എല്ലാ മാതാപിതാക്കളും അങ്ങനെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ എല്ലാവർക്കും അതൊന്നും അംഗീകരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ പറ്റുന്നവരൊക്കെ അങ്ങനെ ആക്കിയെടുക്കുക. അപ്പം പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ മക്കൾ ഏത് രീതിയിലായി പോകുന്നത്. അപ്പം കുറേയൊക്കെ മയക്കുമരുന്നിന് എതിരെയൊക്കെ ആകുമായിരിക്കും. നമ്മുടെ മക്കൾക്ക് അറിയണം തെറ്റെന്ത് ശരിയെന്ത് എന്നുള്ളത് നമ്മളെ മക്കൾ അറിയണം. അപ്പം അങ്ങനെ എല്ലാവരും അറിഞ്ഞ് വളരാൻ എല്ലാവർക്കും കഴിയട്ടെ എന്നെനിക്ക് പറയാൻ പറ്റുള്ളൂ.